ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ട് സഹോദരന്മാരും അവരുടെ സുഹൃത്തും ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ നിർമ്മാണത്തിന് സ്റ്റീലിൻ്റെ ആവശ്യകത മനസ്സിലാക്കി അവർ സ്ഥാപിച്ച ഒരു സ്റ്റീൽ ഇറക്കുമതി കമ്പനി ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ സ്വാധീനമുള്ള വലിയ ശൃംഖലയായി മാറിയതിൻ്റെ കഥയാണ്. 1945 പഞ്ചാബിലെ ലുധിയാനയിൽ കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര, ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര, മാലിക് ഗുലാം മുഹമ്മദ് എന്നീ 3 പേർ ചേർന്ന് ഒരു കമ്പനി സ്ഥാപിച്ചു. പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ്. കമ്പനി വളർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ വിഭജനം ഉണ്ടാകുന്നത്. മാലിക് ഗുലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി. അദ്ദേഹം പിന്നീട് അവിടുത്തെ ധനമന്ത്രിയും ഗവർണർ ജനറലുമായി എല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉത്തരവാദിത്തം മഹീന്ദ്ര സഹോദരന്മാർ ഏറ്റെടുത്തു. കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ നിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന പേരിലേക്ക് മാറ്റി അവർ മുന്നോട്ട് പോയി. 1947 തന്നെ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ വില്ലീസ് ജീപ്പിനുമായി സഹകരിച്ച് അവരുടെ സ്പെയർ പാർട്സുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത് വിൽപ്പന നടത്തുവാനുള്ള ലൈസൻസ് അവർ കരസ്ഥമാക്കിയിരുന്നു. ഇന്ത്യയിലെ സൈന്യം, കർഷകർ, ഗ്രാമീണ മേഖലകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവർക്കെല്ലാം പ്രയോജനമാവുന്ന രീതിയിലായിരുന്നു ഈ ജീപ്പിൻ്റെ നിർമ്മാണം. ഈ ജീപ്പിൻ്റെ കരുത്ത് ഇന്ത്യയിൽ സ്വീകാര്യത നേടി. ഇതോടെ മഹീന്ദ്ര ഇന്ത്യയിലെ പ്രധാന ജീപ്പ് നിർമ്മാതാക്കളായി മാറി. കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ വിപണി കണ്ടെത്തിയതാണ് അവരുടെ വിജയങ്ങളുടെ തുടക്കം. 1961 അമേരിക്കൻ ഇൻ്റർനാഷണൽ ഹാർവെസ്റ്ററുമായി സഹകരിച്ച് സംയുക്തമായി ട്രാക്ടർ നിർമ്മാണ രംഗത്തേക്ക് മഹീന്ദ്ര പ്രവേശിച്ചു. 1963 മഹീന്ദ്രയുടെ ആദ്യ ട്രാക്ടർ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങി. ഇന്ത്യൻ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും ആവശ്യമുള്ള അനുയോജ്യമായ ശക്തവും ദീർഘായുസ്സുമുള്ളതുമായ ട്രാക്ടറുകൾ നിർമ്മിച്ചതോടെ മഹീന്ദ്ര ഗ്രാമീണ ഇന്ത്യയുടെ വിശ്വാസം നേടി. 1970 ജീപ്പ് കമ്പനിയെ അമേരിക്കൻ മോട്ടോഴ്സ് കോർപ്പറേഷൻ ഏറ്റെടുത്തു. AMC ഏറ്റെടുത്തപ്പോഴും അവർ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യയിൽ ജീപ്പ് നിർമ്മാണം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് മഹീന്ദ്ര സ്വന്തമായ നിലക്ക് തന്നെ വാഹന വികസനത്തിലേക്ക് നീങ്ങി. മഹീന്ദ്ര CJ, മഹീന്ദ്ര 540, MM50 പോലുള്ള വാഹനങ്ങൾ ഇന്ത്യൻ റോഡുകളുടെ ഭാഗമായി മാറി. വാഹന നിർമ്മാണത്തിൽ അവരുടെ ഈ പാരമ്പര്യം പിന്നീട് താർ പോലുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ അവർക്ക് സ്വന്തമായി നിർമ്മിക്കാനുള്ള ശേഷിയിലേക്ക് അവരെ വളർത്തി. 1963 മഹീന്ദ്രയുടെ സ്ഥാപകരിൽ ഒരാളായ കൈലാഷ് ചന്ദ്ര മരണപ്പെടുന്നു. ശേഷം കേശവ് മഹീന്ദ്ര കമ്പനിയുടെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിർമ്മാണശാലകൾ വികസിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുകയും വിദേശ സാങ്കേതിക സഹകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1986 ബ്രിട്ടീഷ് ടെലികോമുമായി ചേർന്ന് മഹീന്ദ്ര ബ്രിട്ടീഷ് ടെലികോം സ്ഥാപിച്ചു. പിന്നീട് ടെക് മഹീന്ദ്ര എന്ന പേരിൽ ലോകത്തിലെ പ്രമുഖ IT ബ്രാൻഡുകളിലൊന്നായി ഈ ഒരു കമ്പനി മാറി. 1997 ആനന്ദ് മഹീന്ദ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പദവി ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മഹീന്ദ്ര ആഗോള വിപണിയിലേക്ക് വ്യാപിച്ചു. RISE എന്ന ആശയം മുന്നോട്ട് വെച്ച് സാങ്കേതിക വിദ്യ, നവീകരണം, ഉപഭോക്തൃ വിശ്വാസം എന്നിവയിൽ കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2000 ബൊലേറോ പിറന്നു. 2002 സ്കോർപിയോയും മഹീന്ദ്രയിൽ നിന്ന് പുറത്തിറങ്ങി. ഇന്ത്യൻ SUV വിപണിയുടെ മുഖം മാറ്റിയെടുക്കാൻ മഹീന്ദ്രക്ക് കഴിഞ്ഞു. പിന്നീട് XUV 500, XUV 700, താർ, സ്കോർപിയോ N, താർ റോക്സ് തുടങ്ങിയ മോഡലുകൾക്ക് മഹീന്ദ്രയെ SUV മേഖലയിലെ ഏറ്റവും മികച്ച ബ്രാൻഡാക്കി മാറ്റാൻ കഴിഞ്ഞു. 2010 ദക്ഷിണ കൊറിയയിലെ സാങ്യോ മോട്ടോഴ്സുടെ നിയന്ത്രണവും മഹീന്ദ്ര ഏറ്റെടുത്തു. പിന്നീട് വാഹന ഡിസൈൻ രംഗത്തും അവരുടെ കയ്യൊപ്പ് ചാർത്തി. ജാവ, SD, BSA പോലുള്ള ഐതിഹാസിക മോട്ടോർ ബ്രാൻഡുകളുടെ ക്ലാസിക് ഗവേഷണത്തിനും സാങ്കേതിക വിദ്യ വികസനത്തിനും അവർ പ്രാധാന്യം നൽകി. 2012 ചെന്നൈയിലെ മഹീന്ദ്ര റിസർച്ച് വാലി ആരംഭിച്ചു.
വാഹന രൂപകൽപ്പന, എഞ്ചിൻ വികസനം, സാങ്കേതിക വിദ്യകളുടെ വികസനം തുടങ്ങിയ സകല മേഖലകളിലും മഹീന്ദ്ര ഇന്ന് 100-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 3,20,000-ത്തിലധികം ജോലിക്കാർ ജോലി ചെയ്യുന്ന 20-ലധികം വ്യവസായ മേഖലകളിൽ സാന്നിധ്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കളിൽ ഒന്നായ ഇന്ത്യയിലെ മുൻനിര SUV നിർമ്മാതാക്കളായ കമ്പനിയായി മാറി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. 1945 സ്റ്റീൽ വ്യാപാരത്തിൽ ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനമാണ് ഇന്ന് ലോകം ആദരിക്കുന്ന ഇന്ത്യൻ വ്യവസായ സാമ്രാജ്യമായി വളർന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഓടിയ ആദ്യ ജീപ്പുകളിൽ നിന്ന് അത്യാധുനിക ഇലക്ട്രിക് SUVകളിലേക്കുള്ള മഹീന്ദ്രയുടെ യാത്ര ദീർഘവീക്ഷണവും നവീകരണവും കഠിനാധ്വാനവും ചേർന്നാൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ലോകവേദിയിൽ എത്ര ഉയരത്തിലെത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്.